ഈ കുരുസ്വരൂപത്തിന് മറ്റ് നാടുവാഴികളിൽ നിന്ന് വ്യത്യസ്തമായി കിരീടധാരണം ഉണ്ടായിരുന്നു എന്ന് കണ്ടു. അതെ, അത് മറ്റുള്ളവർക്കൊക്കെ ഈ അരിയിട്ട് വാഴ്ചയുള്ളൂ. പെരുമ്പടപ്പിന് അരിയിട്ട് വാഴ്ച ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പെരുമ്പടപ്പാണെങ്കിലും കിരീടധാരണം കേരളത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഈ കുരുസ്വരൂപത്തിനൊഴിച്ച്. അത് ശരി. അതെങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. എല്ലാവർക്കും സാമൂതിരിയാണെങ്കിൽ അരിയിട്ട് ഒഴിച്ച്. അപ്പൊ ഈ വന്നേരി സാമൂതിരി കൊണ്ടുവരുന്നതിന് മുമ്പും ഇല്ല, ഇല്ല, കിരീടധാരണം ഇല്ല. കിരീടധാരണം ഇല്ല, അരിയിട്ട് ഒഴിച്ചുള്ളൂ. അത് ശരി. പിന്നെ പഴയ പെരുമാക്കന്മാരെ വാഴിക്കുക, 12 കൊല്ലത്തിലൊരിക്കൽ വാഴിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാ വാഴിച്ചിരുന്നതെന്ന് അറിയില്ല, ആർക്കും അറിയില്ല. അത് മാമാങ്കത്തിലാണോ ചെയ്യാറെന്നൊക്കെ അതൊക്കെ മുഴുവൻ വിശ്വസിക്കാനും പറ്റില്ല. ഈ കിരീടധാരണത്തിന്റെ ഇതിന്റെ കൂട്ടത്തില് അത്തച്ചമയത്തിന് മടിയില് കിരീടം വെച്ചിട്ട് അതിൽ നിന്നൊരിതെടുത്ത് തലയിൽ വെക്കണ ഒരു ചടങ്ങ്, എന്താ അതിൻ്റെ പേര്, സാധനം. അപ്പം അതിൻ്റെ ഒന്ന് പറയാമോ? അതും ഈ വന്നേരിയും ആദ്യത്തെ ശക്തൻ തമ്പുരാനും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. വന്നേരിയായിരുന്നുള്ള മൂലം തൃപ്പൂണിത്തുറക്കാരുടെ. അപ്പോൾ അത് പിടിച്ചെടുക്കണമെന്നായിരുന്നു ഈ ശക്തൻ തമ്പുരാൻ, ആദ്യത്തെ ശക്തൻ തമ്പുരാൻ്റെ വലിയ ഒരു വാശി. സ്വയം ചെയ്യാനുള്ള ത്രാണിയില്ല സാമൂതിരിയെ നേരിടാൻ. എന്നിട്ട് ഡച്ചുകാരെ കൊണ്ട് അവരെ മൂച്ച് കയറ്റിയിട്ട് സാമൂതിരി അറ്റാക്ക് ചെയ്യിക്കുക. അത് കുറേ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു, ആരും ജയിച്ചില്ല അവസാനം. ആ അറ്റാക്കിൽ പെട്ട ഗുരുവായൂർ ക്ഷേത്രം നശിച്ചു പോവുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡച്ചുകാർ ആണ് അദ്ദേഹത്തിന് ഒരു കിരീടം കൊണ്ടേ സമ്മാനിച്ചത്. മുമ്പ് കിരീടധാരണം തന്നെ ഇല്ലാത്ത ആൾക്കാർ കിരീടം കൊണ്ടേ സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കിരീടമൊക്കെ ശരി, നന്നായി, പക്ഷേ ഇത് ഞാൻ തലയിൽ വയ്ക്കണമെങ്കിൽ എനിക്ക് വന്നേരി കിട്ടണം. എന്നിട്ടും ഡച്ചുകാർ കൂട്ടാക്കിയില്ല. അപ്പൊക്കെ മടിയിൽ നോക്കിയേ നോട്ടിയുള്ളൂ. ശരി. ഈ ആദ്യത്തെ ശക്തന്റെ കാലഘട്ടം 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകങ്ങള്. മറ്റേ സാക്ഷാൽ ശക്തൻ തമ്പുരാൻ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം ആണ്, ആദ്യവും അവസാനവും. എന്തായി ആദ്യത്തെ ശക്തൻ എന്ന് പറയാൻ? അദ്ദേഹം ഒരു ശക്തനായിട്ടാണ് വിചാരിച്ചത്. അദ്ദേഹം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ഒരു അവിടുത്തെ അധികാരികളായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അമ്മയാണ് ഇടപെട്ടത്, ഇത് ശരിയാക്കിയതും. അതും ഞാൻ പറഞ്ഞില്ല. അപ്പം അദ്ദേഹം ആകെപ്പാടെ ഒരു ശക്തനായിട്ടാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. മറ്റേ ശക്തൻ തമ്പുരാനും ഈ വെളിച്ചപ്പാടിന് അഗൻസ്റ്റൊക്കെ ആയിരുന്നല്ലോ, ദൈവത്തിന് അഗൻസ്റ്റ് ആയിരുന്നു. അപ്പം രണ്ടുപേർക്കും അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിലായിരുന്നു, മറ്റേത് പാർമേക്കാവോ അവിടെ അച്ഛ അവിടെ. ദൈവത്തിനെ കൂട്ടാക്കിയില്ല എന്ന്. അതോ നേരത്തെ എല്ലാവരെയും ഒന്നാക്കി എന്നുണ്ടല്ലോ. 3 കാര്യങ്ങൾ. ഈ കേരളത്തിൽ ബുദ്ധമതം, ജൈനമതം അതൊക്കെ എത്രത്തോളം വ്യാപിച്ചിരുന്നു അതിനെപ്പറ്റിയും ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. അപ്പോൾ ഉന്നമന്റെ അഭിപ്രായം? ജൈനമതവും ബുദ്ധമതവും രണ്ടും ഉണ്ടായിരുന്നു ഹിന്ദുമതം വരുന്നതിൻ്റെ മുമ്പ്. വടക്കേ കേരളത്തിൽ ജൈനമതവും തെക്ക് ബുദ്ധമതവും ഇങ്ങനെയായിരുന്നു. തിരുവിതാംകൂർ ഭാഗത്താണ് ബുദ്ധമതത്തിന് വലിയ പ്രചാരം ഉണ്ടായിരുന്നത്. വടക്കേ ഭാഗങ്ങളിൽ ജൈനമതത്തിനായിരുന്നു. ജൈനമതത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെയാണ് കാണുന്നത് അധികം. പാലക്കാട് പ്രദേശത്തും പെരുമ്പാവൂരിലും അതിന് തെക്ക് മുഴുവൻ ബുദ്ധമതമാണ്. ബുദ്ധൻ്റെ പ്രതിമകളും. പിന്നെ തെക്കേ അറ്റത്ത് പിന്നെ ജൈനമതം കാണാനുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളിപ്പോൾ കേരളത്തിലല്ല, തിരുച്ചാർത്തമന എന്നൊക്കെ പറഞ്ഞു.
പൊതുവെ പറഞ്ഞാൽ ദക്ഷിണ കേരളത്തിൽ ബുദ്ധമതവും ഉത്തരത്തിൽ ജൈനമതവുമായിരുന്നു. പിന്നെ ബുദ്ധമതത്തിൻ്റെ സോഴ്സ് ശ്രീലങ്കയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിൽക്കാലങ്ങളിൽ കൊറമാൻഡൽ കോസ്റ്റിൽ നിന്നും വന്നിരുന്നു. നാഗപട്ടണമൊക്കെ ബുദ്ധമതത്തിൻ്റെ സെൻ്ററായിരുന്നു. അവിടുന്ന് വന്നിട്ടുണ്ടാകും. ഈ ചേരമാൻ പെരുമാക്കന്മാരുടെ കാലത്തൊക്കെ അല്ലെങ്കിൽ പെരുമാക്കന്മാരുടെ കാലത്തൊക്കെ എന്തായിരുന്നു അന്നത്തെ മതം? ഒരു പെരുമാൾ സ്വയം ബുദ്ധമതത്തിൽ ചേരുണ്ടായിരുന്നൊക്കെ ബാണപ്പെരുമാൾ, പള്ളി ബാണപ്പെരുമാൾ, അത് പുസ്തകത്തിലുണ്ട്. അത് ബുദ്ധമതക്കാരാണ്. ജൈനമതത്തിൽ ചേർന്നത് ഇവിടെ ചിലപ്പതികാരത്തിൽ പറയുന്ന ചെങ്കുട്ടവൻ മാത്രമേ ഉള്ളൂ. അത് വെറും മിത്താണ്. അദ്ദേഹം ജൈനമതത്തിൻ്റെ ഒരു സിമ്പതൈസറായിരുന്നു എന്നും കർണകിയുടെ ക്ഷേത്രം ഉണ്ടാക്കി എന്നൊക്കെ അതാണല്ലോ കഥ. പക്ഷെ അത് ചരിത്രപരമായിട്ട് ആരും സ്വീകരിച്ചിട്ടില്ല. വെറും ഒരു സ്റ്റോറി എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹിന്ദുമതം എന്നാണ് ഏകദേശം കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങിയത്? ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 7-ാം നൂറ്റാണ്ടോ 8-ാം നൂറ്റാണ്ടോ അന്നൊരു സെക്കൻഡ് ബാച്ച് ഓഫ് ബ്രാഹ്മണന്മാർ ചാലൂക്യ ദേശത്ത് നിന്ന് വരികയുണ്ടായി. അവരാണ് ആദ്യം ഹിന്ദുമതം കൊണ്ടുവന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അതും ചരിത്രകാരന്മാരായിട്ട് വലിയ വ്യത്യാസമുള്ളൊരു വിഷയമാണത്. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ വന്ന ബ്രാഹ്മണരൊക്കെ വൈദിക മതക്കാരായിരുന്നു. ഞാൻ പറഞ്ഞത് രണ്ട് മതമായിരുന്നു. ആ വൈദിക മതക്കാർക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, വിഗ്രഹ ആരാധന. പിന്നെ എന്നു മുതലാണ് തുടങ്ങിയെന്ന് വെച്ചാൽ അവരുടെ മീമാംസക്കാരാണല്ലോ. വെച്ചാൽ യജ്ഞങ്ങൾ ചെയ്യലും അതൊക്കെയാണ് അവരുടെ വലിയ കർമ്മങ്ങളായിട്ട് വച്ചിരുന്നത്. മീമാംസക്കാരുടെ വലിയ ഹെഡായിരുന്നു 8-ാം നൂറ്റാണ്ടിലോ മറ്റോ ശങ്കരാചാര്യ ശങ്കരാചാര്യർക്ക് ശിഷ്യനാണോ? കുമാരിളഭട്ടൻ്റെ ഒരു കൃതിയിൽ, മീമാംസയെ പറ്റിയുള്ള ഒരു കൃതിയിൽ തന്നെ അദ്ദേഹം ശിവനെ പുകഴ്ത്തിയിട്ടുണ്ട്, പേര് പറഞ്ഞു. അപ്പോൾ ശൈവത്തിനോട് അവർക്കൊരു ചായ്വ് തുടങ്ങി. ആർക്ക്? ഈ മീമാംസക്കാർക്ക്. അങ്ങനെയാണ് നമ്പൂതിരിമാരെല്ലാം ശൈവരാണെന്നുള്ളൊരു ഇത് വന്നത്. ഒരു ചിലർക്കൊക്കെ എപ്പോഴും ബോധ്യമുണ്ട്. അത് ഇതാണ് അതിൻ്റെ കാരണം. ശങ്കരാചാര്യരുടെ അച്ഛൻ തന്നെ, അച്ഛനും അമ്മയും ശിവഭക്തന്മാരായിരുന്നു എന്നാണല്ലോ. ശിവനെ പ്രാർത്ഥിച്ചിട്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞതെന്നൊക്കെ അങ്ങനെയൊക്കെയാണ് കഥകളുള്ളത്. അങ്ങനെ അപ്പോൾ അവരാണ് ആദ്യം, ആ ജനറേഷനാണ് ആയിരിക്കും ആദ്യം ഹിന്ദുക്കളായത്, ശങ്കരാചാര്യരുടെ പൂർവ്വജന്മർ. ആ പേര് കേട്ടാൽ തന്നെ അതറിയാം. എൻ്റെ പുതിയ പുസ്തകത്തിൽ വരുന്നതൊക്കെ ശങ്കരൻ എന്നുള്ള പേര് ഹിന്ദുവിൻ്റെയാണ്. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയൊക്കെ ആയാൽ ഹിന്ദുവായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം വൈദിക നാമങ്ങളാണ് അവരുടെ. ചില ഭവത്രാതൻ ആ ജാതിക്ക് ഹിന്ദു നാമങ്ങളല്ലാന്ന്. ആ ജനറേഷനിൽ ആദ്യമായിട്ട് കാണുന്നത് ശങ്കരാചാര്യരാണ്. ശങ്കരൻ എന്നുള്ള പേരാണ്. അപ്പോൾ ആ ശങ്കരാചാര്യരുടെ കാലത്തോടു കൂടിയാണ് ഹിന്ദു മതം പ്രചരിക്കാൻ തുടങ്ങിയതെന്ന് വിശ്വസിക്കാം. പിന്നീട് ആദ്യത്തെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് ബ്രാഹ്മണരാണെന്നാണ് പൊതുവെ സങ്കല്പം. എൻ്റെ അഭിപ്രായം ബ്രാഹ്മണരല്ല,
കിഴക്കുനിന്ന് വന്ന ഭക്തി പ്രസ്ഥാനക്കാരാണ്. ഈ ആഴ്വാർമാരും നയനാർമാരും അവരുടെ പ്രഭാവം കൊണ്ടാണ് ആദ്യത്തെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ ഒരു ന്യൂനപക്ഷ അഭിപ്രായമാണ്. ബ്രാഹ്മണരാണ് സ്ഥാപിച്ചതെന്നാണ് മിക്കവാറും എല്ലാവരും തന്നെ പറയുന്നത്. പിന്നെ ബ്രാഹ്മണർ ഏറ്റെടുത്തു. അപ്പോൾ ഈ ശങ്കരാചാര്യയുടെ കാലഘട്ടം അത് തന്നെ ചിലർ പല കോൺട്രവേഴ്സീസ് പറയുന്നുണ്ട്. പക്ഷേ 8-9 നൂറ്റാണ്ട് അന്ന് തൊട്ടാണ് ശരിക്കും ഹിന്ദുമതം എന്നുള്ള കേരളത്തിൽ വന്നത്. അതിനു മുമ്പ് തന്നെ സെൻറ് തോമസ് കേരളത്തിൽ വന്നു എന്നൊക്കെ ഒരു എത്രത്തോളം ശരിയാവാം. ആ 52 AD എന്നൊന്നും പറയുന്നത് ശരിയാവില്ല. പക്ഷെ പിന്നത്തെ ഒരു തോമസ് വന്നു എന്നൊക്കെ പറയുന്നത് ഒരേ തോമസ് ആവണമെന്നില്ല. അതെ അതെ, അത് 3-ാം നൂറ്റാണ്ടോ 4-ാം നൂറ്റാണ്ടോ അപ്പോൾ ഒന്നുണ്ടാവാം. അതുപോലെ അന്ന് കോഴിക്കോടല്ല, കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കിയിട്ടാണ് അവർ താമസിച്ചതും അവിടുന്ന് പ്രചരിച്ചതും ഒക്കെ ശരിയാണ്. അതുപോലെ ഇസ്ലാം മതം എന്നുമായിട്ടാണ് കേരളത്തിലെ അറബികൾ മുമ്പ് തന്നെ ഉണ്ട്. അറബികളാണല്ലോ പിന്നത്തെ ഇസ്ലാം മതം സ്വീകരിച്ചത്. അത് ഇസ്ലാം മതം തുടങ്ങിയ തന്നെ അറബികളും വന്നു സ്വീകരിച്ചിട്ടുണ്ടാവും. അതെന്നാ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് മുതൽ ധാരാളം മാപ്പിളമാർ എന്നുള്ള ആ പേര് തന്നെ കേൾക്കാൻ തുടങ്ങി കേരളത്തിൽ. ചില ക്രിസ്ത്യൻ ഗ്രൂപ്പ്സാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഹിന്ദുമതം ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയെന്നുള്ളത്. അത് തിയററ്റിക്കലി ഇറ്റ് ഈസ് ട്രൂ. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറയെ പറ്റി പറയുമ്പോൾ കരിങ്ങാലച്ചിറപ്പള്ളിയാണ് ആദ്യം വന്നത്. ഈ തൃപ്പൂണിത്തുറപ്പൻ്റെ അമ്പലത്തിന് മുമ്പ് അതിന് മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നു. പക്ഷെ തെളിവില്ല പഴയ അതിന് മുമ്പത്തെ കാലം. പിന്നെ ഈ നമ്പൂതിരി തമ്പുരാൻ എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ നിഷ്പത്തി എന്തെങ്കിലും? എൻ്റെ അഭിപ്രായം തമ്പുരാൻ എന്നുള്ളതാട്ടോ. തമ്പുരാൻ എന്നുള്ള നമ്പൂതിരി എന്നുള്ളത് സിംഹള ബാക്കി എന്നുള്ളതാണ്. ശരി, അങ്ങനെ ഒരു വാക്ക് തന്നെ ഉണ്ടോ? നമ്പൂ എന്നുള്ള വാക്കുണ്ട്. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ആളെന്ന് നോക്കിയാൽ എനിക്കറിയാം. ഞാൻ ഇപ്പോൾ അതിൽ നമ്പൂതിരി നോക്കൂ. ഈ അവസാനത്തെ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഇപ്പോൾ ശരിയാണെന്നാണ് MTS ഒക്കെ പറയുന്നത്. അറിയാം. പക്ഷേ അത് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്ന കാലത്തൊന്നുമല്ല, 12-ാം നൂറ്റാണ്ടിൽ അവർ അന്ന് അദ്ദേഹത്തിനും അന്നത്തെ പെരുമാളും ബ്രാഹ്മണരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിനുള്ള തെളിവുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പെരുമാക്കന്മാരില്ലാതായി എന്ന് അതിനും തെളിവുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഈ പെരുമാൾ അറേബ്യയിലേക്ക് പോയിട്ടുണ്ടാവാം, വിരോധമില്ല എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാരും പറയുന്നത്. ഈ ഈഴവർ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് അതിന് ഒരു തോന്നലുണ്ടോ? എന്നാണല്ലോ എല്ലാവരും പറയണത്. പക്ഷെ എൻ്റെ അഭിപ്രായമല്ല. ഈഴം എന്ന് വെച്ചാൽ കള്ള് എന്നുള്ള അർത്ഥമുണ്ട് തമിഴിൽ. ഈഴം എന്ന് വെച്ചാൽ കള്ളുണ്ടാക്കണമെന്ന് അർത്ഥമുള്ളൂ. ഈഴം എന്ന് വെച്ചാൽ ശ്രീലങ്കയുടെ ഒരു ഭാഗവുമാണ്, അതല്ല എന്ന് പറയണില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ മറ്റേ തമിഴിൽ നിന്നുള്ള അർത്ഥം ആണ് എടുക്കേണ്ടത്. അത് ഇങ്ങനൊരു വലിയൊരു ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളത് ഈഴവരാണ്. നായമാരെക്കാളധികം ക്രിസ്ത്യാനിക്കാരെക്കാളധികം എല്ലാത്തിനേക്കാളധികം ഇത്രയധികം വലിയൊരു ജനസംഖ്യയുള്ളവർ പുറത്തുനിന്ന് വന്ന് ഇവിടെ ഇങ്ങനെ പറ്റുമോ? പുറത്തുനിന്ന് വരാണെങ്കിൽ ചെറിയ പിന്നെ ഈ പുസ്തകത്തിൽ തന്നെ പല ആദിവാസ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഒരു ലേമാൻ ടേംസിലാണെങ്കിൽ നമുക്കൊക്കെ ആദിവാസികളെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. എല്ലാ ആദിവാസികളും ഒരുപോലെ.
പല ആദിവാസി വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ തമ്മിലുള്ള ഈ പ്രധാന വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ കണ്ടാൽ തന്നെ വ്യത്യാസമുണ്ടോ അതോ? ഞാൻ പറയണത് എൻ്റെ അഭിപ്രായത്തിൽ കാഴ്ചയിലുണ്ടോ വ്യത്യാസം, കാഴ്ചയിലുണ്ടോ വ്യത്യാസം, അതില്ല എന്നല്ല. പക്ഷേ ഈ സാംസ്കാരികമായിട്ടുള്ളതാണ്. ചിലർക്ക് ഭക്ഷ്യോൽപാദനമില്ല, ചിലർ പകുതിയായിട്ട് ഭക്ഷ്യമാറുന്നു. ഈ അങ്ങനെ കാട് വെട്ടി തെളിയിച്ച് കൊല്ലത്തിൽ ഒരിക്കൽ നെല്ലോ ചണയോ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ നെല്ല് ശരിക്കുള്ള കൃഷി തുടങ്ങി. അത് പിന്നെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജസിൽ കൂടെ ഉള്ള ട്രൈബൽസിനെ നമുക്കെല്ലാം അറിയാം, ആദിവാസികൾ. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിസിക്കലായിട്ടും വ്യത്യാസമുണ്ട് കേട്ടോ. തമ്പുരാൻ എന്നുള്ള വാക്കിന് എന്തെങ്കിലും? തമിഴ് വാക്കാണ്. തമ്പുരാൻ എന്നുള്ള തമിഴിലുണ്ട്. തമിഴിൽ തമ്പുരാക്കന്മാരുണ്ട്, ഇപ്പോഴുണ്ട്. അർത്ഥം ഞാൻ ബഹുമാനപ്പെട്ടവൻ എന്നുള്ള അർത്ഥം. പിന്നെ ആദ്യം തെങ്ങുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നാ ഈ കേരളമായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്? കേരളം എന്നുള്ള വാക്ക് ഉപയോഗിക്കലും അതുപോലെ തെങ്ങിനോട് ചേർത്തിട്ടാണോ കേരളമായത്? അല്ല, തെങ്ങിനത് എഴുതിയിട്ടുണ്ട്. യാതൊരു ബന്ധവുമില്ല. കേരം എന്ന് വെച്ചാൽ ചേരം എന്നുള്ളതിൻ്റെ കർണാടകമാണ്. ചേരന്മാരുടെ നാട് എന്നുള്ള അർത്ഥത്തിലാണ് കേരളം. അല്ലാണ്ട് കേരളത്തിൻ്റെ നാട് എന്നല്ല. അത് ചേരന്മാരിവിടെ സെറ്റിൽ ചെയ്തതിന് ശേഷം ആവണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം മുതൽ ചേരന്മാരില്ല. അവർ സെറ്റിൽ ചെയ്തത് 4-ാം നൂറ്റാണ്ടോ 5-ാം നൂറ്റാണ്ടോ അതിന് ശേഷമേ കേരളമായിട്ടുള്ളൂ. അളം എന്ന് വെച്ചാൽ നാട് എന്നുള്ള ആ ഒരർത്ഥമുണ്ട്. പിന്നെ ഈ ഗ്രാമങ്ങളായിട്ട് എന്നാ നിലവിൽ വന്നത് കേരളത്തിൽ? ഏതൊക്കെയായിരുന്നു പേര് കേട്ട്? ഗ്രാമങ്ങളല്ലേ പറയണത്? ആൾക്കാർ കൂടി ചേർന്ന് താമസിക്കുന്ന വില്ലേജസ് എന്ന് പറയില്ലേ? നമ്പൂരിമാരുടെ ഗ്രാമവും വേറെയാണ്. അതെ അതെ. ഗ്രാമങ്ങളായിട്ട് താമസം തുടങ്ങിയത് മഹാശിലക്കാരായിരിക്കും. നമുക്ക് തെളിവൊന്നുമില്ല, അതൊക്കെ ഊഹം മാത്രമേ ഉള്ളൂ. അവരുടെ താമസ സ്ഥലമൊന്നും എക്സ്കവേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഇപ്പോഴത്തെ ടൗണുകളോ അല്ലെങ്കിൽ സിറ്റികളോ അതൊക്കെ പണ്ടും ആ സ്ഥലത്ത് ഓരോ ഗ്രാമങ്ങളുണ്ടായിരുന്നു, അത് ഡെവലപ്പ് ചെയ്ത് വന്നതാണോ അതോ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണോ? ഇപ്പോൾ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ എടുക്കുകയാണെങ്കിൽ അത് ജോഗ്രഫിക് റീസൺസ് കൊണ്ട് പൊതുവായിട്ടൊരു നിയമമൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ഒരേ പ്രത്യേക നിയമങ്ങളുണ്ടായിരിക്കും. എവല്യൂഷൻ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ശങ്കരാചാര്യരുടെ കാലം മുതലാണെന്ന് നമുക്കറിയാം. തൃശ്ശൂര് 3 മഠങ്ങൾ സ്ഥാപിച്ചതൊക്കെ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരെന്നാണല്ലോ പറയുന്നത്. ഇപ്പം ആരും അല്ലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്താവും കാലം? 9-ാം നൂറ്റാണ്ടോ? അതേമാതിരി ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ചരിത്രം ഉണ്ടാവും. ഒരു കോമൺ വ്യൂ പോയിന്റ് ഒന്നുമില്ല. അതുപോലെ ഇപ്പോൾ ഈ മലയാള ഭാഷ എങ്ങനെയാണത് വികസിച്ചത്? ഉള്ളൂർ പല ചിലരുണ്ട് സംസ്കൃതത്തിൽ നിന്ന് അല്ലെങ്കിൽ തമിഴിൽ നിന്ന് രണ്ടും കൂടി ചേർന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ശ്രേഷ്ഠ ഭാഷ എന്ന് പറയണ്ടല്ലോ, ഇപ്പോൾ മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ളൊരു അർഹതയുണ്ടോ മലയാള ഭാഷയ്ക്ക്? ഈ ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രേഷ്ഠ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിക്കൽ ലാംഗ്വേജ്. അതിൻ്റെ
അതായത് ഒറിജിനലായിട്ട് അങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അത് അല്ലെങ്കിൽ പിന്നെ ശ്രേഷ്ഠാവാൻ പാടില്ലേ? ക്ലാസിക്കൽ എന്നുള്ള ഒരു തിയറി മനസ്സിലായില്ല, അപ്പൊ ഒന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. ശരി. പക്ഷെ മലയാള ഭാഷ എന്താണ്, എങ്ങനെയാണ് അത് വികസിച്ചത്, എന്താണ് അതിന്റെ ഒറിജിൻസ്? ഈ പറഞ്ഞ മാതിരി 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 8-ാം നൂറ്റാണ്ടിലാണ്, 9-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കുലശേഖരവർമ്മ ജീവിച്ചിരുന്നതെന്നാണ്. ഇപ്പോൾ MGS നാരായണനൊക്കെ പറയണത് അദ്ദേഹം തന്നെയായിരുന്നു കുലശേഖര ആഴ്വാർന്ന്. കുലശേഖര ആഴ്വാർ എന്ന് പറഞ്ഞാൽ തമിഴ് ഒരു ഭക്തനുണ്ടായിരുന്നു, മുകുന്ദമാല സംസ്കൃതത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ആഴ്വാരാണ്. ആ ആഴ്വാർ തന്നെയാണ് നാടകകൃത്തായിട്ടുള്ള കുലശേഖരവർമ്മ എന്നാണ് MGSൻ്റെ അഭിപ്രായം. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആരാ ഈ ആഴ്വാർ? അതെ, ആരാ ഈ ആഴ്വാർ എന്നുള്ളത് അറിയില്ല. ഒരു കേരള പെരുമാളായിരുന്നു എന്ന് പറയുന്നുണ്ട്, ആരാന്നറിയില്ല മിക്കവർക്കും. അദ്ദേഹം മാത്രം പറയേണ്ടത് ഈ നാടകകൃത്ത് തന്നെയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ തമിഴായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം കേരളം എന്നുള്ള വാക്ക് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഈ നാടകങ്ങളിൽ. അപ്പോൾ കേരളീയനാണെന്ന് അതിനെപ്പറ്റി സംശയമില്ല. പക്ഷെ ഭാഷ എന്തായിരുന്നു, മാതൃഭാഷ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തമിഴോ മലയാളമോ എന്ന് പറയാൻ പറ്റില്ല. അന്ന് മലയാളം ഉണ്ടെന്നുള്ളതിന് തെളിവില്ല. എന്താ പറഞ്ഞു വെച്ചാൽ കുലശേഖരവർമ്മ മലയാളിയാണെന്ന് തീർച്ചയില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു തോലൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മലയാള ശ്ലോകവും മലയാളവും ഒക്കെ നല്ലോണം അറിയാമെന്നുള്ള മട്ടിലാണ്. അപ്പം നമ്മളെങ്ങനെ എന്താ തീരുമാനിക്കുക? അന്ന് ചില കൂട്ടിന് മലയാളം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു പ്രധാന ഭാഷയായിട്ട് അംഗീകരിച്ചത് പിന്നീടായിരിക്കും. ഒരു നാടൻ ഭാഷ എന്നുള്ള നിലയ്ക്കാവും തോലനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ടൊരു സാഹിത്യ ഭാഷ എന്നുള്ള നിലയില്ല. സാഹിത്യ ഭാഷ എന്നുള്ള നില കിട്ടിയതൊക്കെ വളരെ പിന്നീടാണ്. അത് ആരായിരിക്കും ആദ്യം? നിരണം കവികളോ? 14-ാം നൂറ്റാണ്ട് ഏതാണ്ട് അക്കാലത്ത് തന്നെയാണ് കൃഷ്ണഗാഥ. അതിനു മുമ്പ് മലയാള സാഹിത്യമില്ല. ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയതാണ്, ഈ വർമ്മ എന്നുള്ള വാക്കിന് എന്തെങ്കിലും ഒരു എന്നായിരിക്കും അതിൻ്റെ ആദ്യത്തെ ഒരു, എവിടെയാണ് ആദ്യം കാണുന്നത്, എന്താ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? വർമ്മ എന്നുള്ളത് യുദ്ധത്തിന് പോണവരെന്നുള്ള അർത്ഥത്തിലാണ്. വർമ്മ എന്ന് വെച്ചാൽ ഇതാണ് അല്ല, അതിനുള്ള ഒരു ചട്ട, പോർച്ചട്ട, കവചം, അതാണ് വർമ്മ. അപ്പം അത് ധരിക്കണവർ വർമ്മമാർ, ക്ഷത്രിയന്മാർ. അപ്പോൾ അത് ക്ഷത്രിയന്മാർക്ക് പൊതുവായിട്ടുള്ളൊരു വാക്കായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. അത് പണ്ട് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ആര്യ സംസ്കാരം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വർമ്മ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ ക്ഷത്രിയന്മാരാണെന്നുള്ള അഭിമാനമാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കിഴക്ക് നിന്ന് ഒരു ഈ ചേരന്മാരുടെ കുടിയേറ്റം കേരളത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഈ ബ്രാഹ്മണരുടെ കുടിയേറ്റം അധികവും വടക്ക് നിന്നല്ലേ ഉണ്ടായിട്ടുണ്ട്. തുളു ദേശത്തു നിന്നും ഉണ്ടായിട്ട് ചാലൂക്യ ദേശത്തു നിന്നുണ്ട്. ആദ്യത്തെ തുളു എന്നായിരുന്നു, പിന്നെ ചാലൂക്യ. അവർ തമ്മിൽ ഈ വൈഷ്ണവ ശൈവമായിട്ട് വ്യത്യാസമുണ്ട്? ഇല്ല. ഈ ആദ്യം വന്ന ബ്രാഹ്മണരൊക്കെ അധികവും വൈദിക ബ്രാഹ്മണന്മാരായിരുന്നു. വൈഷ്ണവും ശൈവവും ഒക്കെ പിന്നെ ഹിന്ദു മതത്തിലല്ല. അപ്പം ഈ കേരളം മാത്രം, അതായത് വിവേകാനന്ദനൊക്കെ പറഞ്ഞ പോലെ, ഭ്രാന്താലയം എന്നൊക്കെ പറഞ്ഞ പോലെ, കേരളം മാത്രം ഇത്രയും ജാതിയായിട്ടും ഉപജാതിയായിട്ടും ഒക്കെ വിഭജിക്കപ്പെടാൻ കാരണം എന്താണ്?
അതോ ഇത് ബാക്കി സ്ഥലത്തും ഉണ്ട്? അത്രയൊന്നുമില്ല. ഇല്ല. പുറത്തുനിന്നുള്ള ബന്ധമില്ലാണ്ടായപ്പോൾ അകത്തുള്ളവർ തന്നെ പല മാതിരിയായി. പിന്നെ ക്ഷേത്രത്തിൽ കടക്കാൻ സാധിക്കുന്നവർ, ക്ഷേത്രപ്രവേശനം ഇല്ലാത്തവർ, വരാൻ കൂട്ടാക്കാത്തവർ, അവരെ ക്ഷേത്രത്തിൽ എൻ്റെ തിയറി അനുസരിച്ച് ആദ്യം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചപ്പോൾ ക്ഷേത്രങ്ങളിൽ വരാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ വർണ്ണമുള്ളവരായിട്ട് സ്വീകരിക്കപ്പെട്ടു. ശൂദ്രരായാലും അവർക്ക് ഓരോ വർണ്ണമുണ്ടല്ലോ, സവർണരാണ്. അവരുടെ പിന്നെ ബാക്കിയുള്ള പലരും അവരുടെ പരമ്പരയായിട്ട് ആരാധിച്ചു വന്നിരുന്ന അമ്മ ദൈവങ്ങളെയും അയ്യപ്പനെയും അവരെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഈ ക്ഷേത്രങ്ങളിലേക്ക് വന്നേ ഇല്ല. അപ്പം അവർക്ക് ക്ഷേത്രപ്രവേശനം നിരോധിച്ചു. അവരായിരിക്കും പിന്നത്തെ ക്ഷേത്രപ്രവേശനം നിരോധിക്കപ്പെട്ടവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് അവരും തിരിച്ചു ഹിന്ദുക്കളായി തീർന്നു. ഈ അയ്യപ്പനെയും ഭദ്രകാളിയൊക്കെ ആര്യന്മാരും സ്വീകരിച്ചു, ബ്രാഹ്മണരും സ്വീകരിച്ചു, അവരെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കും ഹിന്ദുക്കളാവാൻ തയ്യാറായി അവരും. അപ്പം അങ്ങനെ ഹിന്ദുക്കളായപ്പോൾ അപ്പോഴാണ് ക്ഷേത്രപ്രവേശനത്തിനെ കുറിച്ചുള്ള സ്പർദ്ധയൊക്കെ തുടങ്ങിയത്. ആദ്യം അവർക്കും ക്ഷേത്രത്തിൽ വരണം തന്നെ ഉണ്ടായിരുന്നില്ല. അവരവരുടെ ക്ഷേത്രത്തിൽ പോണു, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ പോണു. അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. എല്ലാവരും ഹിന്ദുക്കളായപ്പോഴാണ് ഒരു സ്പർദ്ധയായത് എന്നാണ് എൻ്റെ വിചാരം. അല്ല, ഈ മലയാളവും തമിഴും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അത് രണ്ടും ഒരു കാലത്ത് വളരെ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഭാഷകളായിരുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. ഈ ഡയലക്ട്സ് എന്നുള്ള പേരിൽ മാറി മാറി വന്നിട്ട് രണ്ടും രണ്ടായതാണ്. അപ്പം അതിപ്പോൾ തമിഴിൻ്റെ മകളായിട്ട് കാണണോ സിസ്റ്ററായിട്ട് കാണണോ എന്നൊക്കെ അതിന് കൺസെപ്റ്റിനനുസരിച്ചുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ബന്ധമുണ്ടായിരുന്നു, ഒന്നിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളതിനെ പറ്റി യാതൊരു സംശയത്തിന് അവകാശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരുപാട് സമൂഹങ്ങൾ, ഇപ്പോൾ കൊങ്ങിണിമാരായാലും അല്ലെങ്കിൽ ജ്യൂസ് ആണെങ്കിലും അറബികളാണെങ്കിലും എല്ലാവരെയും ഒരു സ്വീകരിക്കുന്ന ഒരു സഹിഷ്ണുതയുടെ ഒരു സംസ്കാരം, അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങളുണ്ടോ അതോ പണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും വന്നതുകൊണ്ട്? എല്ലാവരും അവരവരുടെ ജീവിത രീതിയും കൊണ്ട് നടക്കാനുള്ള സൗകര്യം കൊടുത്തിരുന്നു. ഇപ്പോൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോകാറേ ഇല്ല. അവരുടെ കൺട്രി ഒരു എന്താ പറയുക, ഒരു സെറ്റിൽമെൻറ്റിൽ മാത്രം. എന്നാൽ ബാക്കിയുള്ളവർ അങ്ങനെ ആയിരുന്നില്ലാനും. ഈ മാപ്പിളമാരൊക്കെ ക്രിസ്ത്യാനികൾ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ പറ്റുകയും ചെയ്തു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം ഇല്ലാണ്ടായിരുന്നു. അതാണ് കാര്യം. അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ അങ്ങനെ സംഘർഷം ഇല്ലാതിരിക്കാനായിട്ട്? ബാക്കിയുള്ള എല്ലാവരും സ്വീകരിക്കുകയും തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ അമ്പലങ്ങളിലേക്ക് എണ്ണയൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ ശുദ്ധം മാറാൻ മാപ്പിള തൊട്ടാൽ മതി എന്നാണ് ക്രിസ്ത്യാനികൾ. ഒരു ഇതുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ വരാൻ? അവർക്കെന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതാ പറഞ്ഞത്, ഞങ്ങൾ സ്പർദ്ധയില്ല, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അതുപോലെ ഇപ്പോൾ ശക്തൻ തമ്പുരാനൊക്കെ വളരെയധികം മാപ്പിളമാരെ കൊണ്ടുവന്നുണ്ട്. തൃപ്പൂണിത്തുറയിലും അതെ, മാപ്പിളമാർ പള്ളിയിൽ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട് ചില തമ്പുരൊക്കെ മഹാരാജാക്കന്മാര്. അതിനൊന്നും ആർക്കും വിരോധമില്ല, ആർക്കും വിരോധം ഉണ്ടായിരുന്നില്ല. അതുപോലെ അത്തച്ചമയത്തിന് അതുപോലെ അവർ വരാറുണ്ട്. ചെമ്പിലരയൻ അവര് എല്ലാവരും വേണമെന്നൊക്കെ ഇതുണ്ടല്ലോ.
തൃപ്പൂണിത്തരെ പറ്റിയൊക്കെ കുറച്ചൊക്കെ പറയുണ്ടായി. അത്ര തൃശ്ശൂരത്തെ അന്നത്തെ ഒരു എന്താ ചുറ്റുപാട് അതിനെപ്പറ്റി സംസാരിച്ചില്ല അമ്മ. തൃശ്ശൂരിൻ്റെ മനസ്സിലായി. അധികം സംസാരിക്കാൻ ഇല്ലാത്തത് തന്നെയാണ് കാരണം. എന്ന് വെച്ചാൽ അവിടെ കാണുന്നതൊക്കെ ഒരു പുതുമയായിരുന്നു. തൃപ്പൂണിത്തറക്കാർ വളരെ വ്യത്യാസമുണ്ട്. അവിടുത്തെ സ്കൂളും അവിടെ തൃപ്പൂണിത്തറയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വേറെ വേറെ സീറ്റുകളും കോട്ടിട്ടൊക്കെയാണ് പോയിരുന്നത്. ഞാൻ 51 വരെ കോട്ടിട്ടപ്പോൾ പോരാ. ഇവിടെ തൃശ്ശൂർ മോഡൽ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, വേറെ സീറ്റൊക്കെ വേണോ? ഒന്നും വേണ്ട, മറ്റേ കുട്ടികളെ മാതിരി തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് ചേഞ്ച്. മറ്റു കുട്ടികളുടെ ഒപ്പം പോയിരിക്കുക. അപ്പോൾ പൊതുജനങ്ങളുടെ ഒപ്പം കൂടിയെന്ന് അർത്ഥം. തൃപ്പൂണിത്തുറ അത് പറ്റുന്നുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും കോട്ടയ്ക്കകത്ത്.